ജീവിതത്തിൽ ജപമാല ചെല്ലാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്കുണ്ടായ ഒരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ചെറുപ്പത്തിൽ തൊട്ട് എൻ്റെ അമ്മേനെ പൂർണ്ണമായിട്ട് എനിക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്നോട് എന്തോ ഒരു ഇഷ്ടക്കേടുണ്ട് എന്നൊരു ചിന്ത എനിക്ക് ചെറുപ്പം തൊട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ എനിക്ക് എൻ്റെ അമ്മേനെ ഇങ്ങനെ പൂർണ്ണമായിട്ട് സ്നേഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഞാൻ ജപമാല എല്ലാം തുടങ്ങിയ പിന്നെ പരിശുദ്ധ അമ്മ എനിക്ക് എൻ്റെ അമ്മേനെ സ്നേഹിക്കാനായിട്ട് പരിശുദ്ധ അമ്മ എന്നെ പഠിപ്പിച്ചു, എന്നെ സഹായിച്ചു. എന്താ വെച്ചാൽ നമ്മൾ ഓരോ ജപമാല ചെല്ലാൻ നേരത്ത് പരിശുദ്ധ അമ്മ ഈശോയെ സ്നേഹിച്ച പോലെ പരിശുദ്ധ അമ്മ നമ്മെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കൂടുതലായിട്ട് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കണമെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ ജപമാല ചെല്ലുക. നമ്മൾ പരിശുദ്ധ അമ്മ ഈശോയെ സ്നേഹിച്ച പോലെ ആ ഒരു സ്നേഹം നമുക്ക് തരും. നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് ഈ ഒരു ജപമാലയാണ് എന്നെ കുർബാനയോടൊക്കെ ഒരുപാട് അടുപ്പിച്ചത്. ഈ ജപമാല ചൊല്ലി തുടങ്ങിയതിന് ശേഷം ഒരു കുർബാന പോലും മുടക്കാനായിട്ട് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. എത്ര ത്യാഗം എടുത്തിട്ടാണെങ്കിലും രാവിലെ ഞാൻ പള്ളിയിൽ പോകുന്ന ഒരു ശീലമൊക്കെ ജപമാല എൻ്റെ ഉള്ളില് കൊണ്ടുവന്നു. മറ്റുള്ളവരോട് സംസാരിക്കുവാനും സ്റ്റേജ് ഫിയർ ഒക്കെ എനിക്ക് കംപ്ലീറ്റ്ലി എൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റിയത് ജപമാലയാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഭവം, എന്ത് പ്രയാസം വന്നാലും ഒരു ജപമാല ചൊല്ലിയാൽ അത് പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വല്ലാത്തൊരു സന്തോഷം എൻ്റെ ഉള്ളിൽ നിറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എൻ്റെ ജീവിതത്തിലേക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഒരു ജപമാല ചൊല്ലിയാൽ തീരാത്തതായിട്ട് ഒന്നുമില്ല. തൻ കുഞ്ഞായി മാറ്റുന്ന സ്നേഹത്തിൻ മന്ത്രം ജപമാല. ജപമാലയുടെ പവറിനെ കുറിച്ച് പറയുമ്പോൾ ഒറ്റൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ മതി. ഈശോയുടെ ജീവിതത്തിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇത്രയും അതായത് ഈശോയെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ധ്യാനിച്ചുകൊണ്ടിരിക്കുക എന്ന് തന്നെ പറയുമ്പോഴേ റോസറി എത്ര പവർഫുൾ ആണ്. ജപമാല നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ബ്യൂട്ടിഫുൾ കാര്യങ്ങൾ അല്ലെങ്കിൽ എത്രമാത്രം വ്യത്യാസങ്ങളും അത്ഭുതങ്ങളും കൊണ്ടുവരുമെന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കാനുള്ളതേ ഉള്ളൂ. ജോൺ പോൾ മാർപ്പാപ്പ ജപമാലയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ജപമാല ചൊല്ലുന്ന ശരിക്കും ഞാനും, അതായത് ജോൺ പോൾ മാർപ്പാപ്പയും മാതാവും തമ്മിൽ ഒരു മീറ്റിംഗ് ആണെന്നാണ് ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്. ഞാനും അമ്മയും ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് ജപമാല ചൊല്ലുന്നത്. ആ മീറ്റിംഗ് ഞാൻ ഒരിക്കലും മുടക്കാറില്ല, മാതാവും ഒരിക്കലും മുടക്കാറില്ല എന്ന് ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞു. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നെ പഠിപ്പിച്ച ഒരു വ്യക്തിയോട് എനിക്ക് വലിയ ദേഷ്യമായിരുന്നു. ആ വ്യക്തിയുടെ സാന്നിധ്യവും ആ വ്യക്തിയുടെ പെരുമാറ്റ രീതികളും ഒക്കെ എന്നെ ഒത്തിരി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പഠിച്ച ആ സ്ഥലത്തു നിന്ന് നിർത്തി പോരാൻ വരെയുള്ള ഒരു പ്രേരണ എനിക്ക് ആ ഒരു സമയത്ത് എനിക്കുണ്ടായിരുന്നു. അപ്പം അതെൻ്റെ എല്ലാ മേഖലകളിലും ശരിക്കും ബാധിച്ചു. എൻ്റെ പ്രാർത്ഥനയുടെ മേഖലകളിലും പഠിത്തത്തിൻ്റെ മേഖലകളിലും എന്നെ എല്ലാം ശരിക്കും അലട്ടിയ ഒരു പ്രശ്നമായിരുന്നു അത്. അപ്പോൾ ഇതിനകത്തു നിന്നൊക്കെ എനിക്ക് മാറണമെന്ന് എനിക്ക് ശരിക്കും ആഗ്രഹമുണ്ട്, പക്ഷേ എന്നാ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം ഞാൻ എൻ്റെ ജപമാല പ്രാർത്ഥനയിൽ ഞാൻ ഈ വ്യക്തിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാഴ്ചത്തോളം ഞാൻ അങ്ങനെ ആ വ്യക്തിയെ അനുഗ്രഹിച്ച് ശരിക്കും പ്രാർത്ഥിച്ചു. അപ്പം അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ആ വ്യക്തിക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നുമില്ല. എന്നാൽ പരിശുദ്ധ അമ്മ ആ വ്യക്തിയോട് എനിക്ക് സ്നേഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ ഉള്ളൊരു വലിയ കൃപ നൽകി എന്നെ അനുഗ്രഹിച്ചു. ജപമാലയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ ശരിക്കും മനസ്സിലാക്കിയ ഒരു ഇൻസിഡൻ്റ്. പ്രൈസ് ഗോഡ്. എൻ്റെ ലൈഫിൽ ചിലപ്പോഴെങ്കിലും ഞാനിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥകൾ എനിക്കുണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റാതെ കൺഫ്യൂഷൻസ് ആയിട്ടിരിക്കുന്ന ടൈമിലൊക്കെ ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാറി നിന്ന് തന്നെ ഇരുന്നൊരു കൊന്ത ചെല്ലും. ഇപ്പം പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ടതാണെങ്കിൽ ഒരു 15 മിനിറ്റ് കൊന്ത ചെല്ലിയിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പോഴേക്കും എനിക്ക് കുറച്ചും കൂടി കൂളായിട്ട് കുറച്ചുകൂടി ഹാപ്പി ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ, മനസ്സിലെ ടെൻഷൻസ് ഒക്കെ മാറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ജപമാല ചൊല്ലുമ്പം പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിക്കുന്ന ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്. അമ്മയുടെ കൂടെ മുന്നോട്ട് നീങ്ങുന്നതായിട്ട് അമ്മ നമ്മുടെ കൂടെ എല്ലാത്തിനും ഉള്ള പോലെ അനുഭവിക്കാൻ പറ്റാറുണ്ട്. ജപമാല കയ്യിലെടുക്കും ഞാൻ, അമ്മ തൻ കയ്യിൽ പിടിക്കും, സുവിശേഷം കോർത്തോരാ നൂലിൽ ഞാൻ ജീവിതം കോർത്തിന്നു നൽകും.
മുത്തുകളെന്നി പ്രാർത്ഥിക്കും, ഞാൻ അമ്മ തൻ മുത്തായി മാറും. എൻ്റെ അടുത്ത് വന്ന് ആരെങ്കിലും എന്തെങ്കിലും സങ്കടവും വിഷമവും ഒക്കെ പറയുമ്പം പലപ്പോഴും എനിക്ക് അവരോട് തിരിച്ച് പറയാനോ അവരെ ആശ്വസിപ്പിക്കാനോ ഒന്നും വാക്കുകളൊന്നും ഇല്ലായിരിക്കാം. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് നിയോഗം വെച്ച് ഒരു കൊന്തയില്ലി പ്രാർത്ഥിക്കും. കൊന്തയില്ലി കഴിയുമ്പം പലപ്പോഴും അവരോട് പറഞ്ഞു കൊടുത്ത ആശ്വസിപ്പിച്ച വാക്കുകളെക്കാളും കൂടുതൽ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് വലിയൊരു ആശ്വാസം കിട്ടിയ ഫീലിംഗ് പലപ്പോഴും എന്റെ ജീവിതത്തിലും അവരുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. പരിശുദ്ധ അമ്മയിലൂടെ ക്രിസ്തുവിലേക്ക് വന്നൊരു ഫീലിംഗ്. ഞാൻ എന്റെ കയ്യിൽ ജപമാലയും പിടിച്ചുകൊണ്ടാണ് എവിടെ പോയാലും പോകാറുള്ള. ഒരു യുദ്ധത്തിന് പോകുന്ന പോരാളി യുദ്ധകളത്തിലേക്ക് ആയുധമില്ലാതെ പോകുന്ന ഒരു ഫീലിംഗ് ആണ് ജപമാല കയ്യിലില്ലാതെ എവിടേക്കെങ്കിലും പോകുന്നത്. എക്സോസിസം, നിങ്ങൾക്ക് എക്സോസിസം എന്നാന്ന് അറിയാലോ? എക്സോസിസം ഒക്കെ ഒരു വർഷം ഇങ്ങനെ ഒരു പ്രീസ്റ്റ് എക്സോസിസം നടത്താൻ നേരത്ത് പ്രീസ്റ്റ് ഇങ്ങനെ എക്സോസിസം നടത്താൻ നേരത്ത് ഇങ്ങനെ ഉള്ളിലുള്ള ദുരാത്മാവിനോട് സംസാരിക്കാൻ നേരത്ത് ദുരാത്മാവ് പറഞ്ഞൊരു കാര്യമാണ്, കൊന്ത ചെല്ലുന്ന എനിക്ക് സഹിക്കാനേ പറ്റത്തില്ല. അതായത് സാത്താൻ പറയാണ്, എനിക്ക് സഹിക്കാനേ പറ്റത്തില്ല, അതുകൊണ്ട് അതിന്റെ കൂടെ ലുത്തീനയും കൂടെ ചെന്നാ പിന്നെ എനിക്ക് അതായത് എനിക്ക് തീരെ പറ്റില്ല, അതായത് എന്റെ തല തകർന്നു പോവാന്നാണ് സാത്താൻ പറയുന്നത്. നമ്മൾ പലപ്പോഴും സ്കിപ്പ് ചെയ്യുന്നൊരു പാട്ടല്ലേ ലുത്തീനിയ. ഞാൻ ഉൾപ്പെടെ നമ്മള് കൊന്ത പറ്റുന്ന ചെല്ലിട്ട് അവസാനം നമ്മള് ഇത് പറയും, എന്നായിരുന്നു, എത്ര നേരം മാതാവ് വാഴുന്നെങ്കിൽ നമ്മൾ അങ്ങനെ തീർക്കും. പക്ഷെ സാത്താൻ തന്നെ പറഞ്ഞ, അല്ലെങ്കിൽ ഈ ദുരാത്മാവ് തന്നെ പറഞ്ഞാണ്, ലുത്തീനയും കൂടെ ജപമാല തന്നെ എനിക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്, അല്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്, പക്ഷെ ലുത്തീനയും കൂടെ ചെല്ലും അത് ഭയങ്കര അതിഭീകരം സംഭവമാണ്. പ്രൈസ് ഗോഡ്. എനിക്കെൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നേ. ഞാനിങ്ങനെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത്, ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത്, അങ്ങനെ നമ്മളിങ്ങനെ ജപമാല എണ്ണണം അങ്ങനെയൊന്നും എനിക്കറിയില്ലായിരുന്നു. ഒരു സമയത്ത് ഇങ്ങനെ അഡോറേഷനിലൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാലാക്കി പോയി. ആ സമയത്ത് നമ്മൾ ബസ്സിലിരുന്ന് വെറുതെ ഇരിക്കുന്ന ഒരു ജപമാലയില്ലേ, ആ ജപമാല എന്ന് പറയുന്നത് മറ്റുള്ളവരെ സമർപ്പിച്ചുകൊണ്ടുള്ള ജപമാലയായിരുന്നേ. നമ്മൾ ബസ്സിൽ പോകുമ്പോഴേക്കും കുറേ ആൾക്കാരെ നമ്മൾ കാണും. അപ്പോൾ ആ ഒരു വ്യക്തിനെ സമർപ്പിച്ച് അവരുടെ അവസ്ഥകളെ സമർപ്പിച്ച് ഇങ്ങനെ ജപമാല ചെല്ലാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന നിമിഷമായിരുന്നത്. കാരണം ഞാനിങ്ങനെ ആദ്യമായിട്ടിരുന്ന് ഇങ്ങനെ ചെയ്യുന്നപ്പം മറ്റുള്ളവരെ നമ്മുടെ ഈശ്വര കാര്യങ്ങളോട് സമർപ്പിച്ചുകൊണ്ട് അങ്ങനെ ജപമാല ഇടുമ്പം വളരെ അനുഗ്രഹമാണ്. അതെ, നമ്മളിങ്ങനെ അഡോറേഷൻ്റെ സമയത്തൊക്കെ ഇരിക്കുമ്പോഴേക്കും നമ്മൾ വിചാരിക്കാത്ത രീതിയിലായിരിക്കും കർത്താവ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ ഏതൊരു പൊസിഷനാണെങ്കിലും നമ്മളിപ്പം ഇരിക്കുമായിരിക്കാം, ചിലപ്പോൾ കിടക്കുമായിരിക്കും, ചിലപ്പോൾ അലക്ഷ്യമായിട്ടായിരിക്കാം, പക്ഷെ നമ്മൾ ഏതൊരു പൊസിഷനിലിരുന്നാണ് കൊന്ത ചെല്ലിയാലും, നമ്മൾ എപ്പോൾ ജപമാല ചെല്ലിയാലും നമ്മുടെ ഒപ്പം കൂടെ മുട്ടേ നിന്ന് മാതാവ് നമ്മുടെ കൂടെ കൊന്ത ചെല്ലാൻ കൂടുന്നുണ്ട്. ആ ഒരു തിരിച്ചറിവ് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇതായിപ്പോയി. കാരണം ഞാനിങ്ങനെ എപ്പോൾ ജപമാല ചെല്ലിയാലും എൻ്റെ കൂടെ എൻ്റെ മാതാവ്, എൻ്റെ അമ്മ സ്വർഗത്തിൽ നിന്ന് വന്ന് എൻ്റെ അടുത്ത് മുട്ടേ നിൽപ്പുണ്ടല്ലോ ഈശോ. അപ്പം ഞാൻ എത്ര കെയർഫുള്ളായിട്ട് എത്ര വിശുദ്ധിയോടെ ചെല്ലണം, അങ്ങനെ തിരിച്ചറിവ് കിട്ടി. പിന്നെ ഒരു കൊന്ത ചെല്ലുമ്പം നമ്മൾ ഫുൾ മീനിങ് മനസ്സിലാക്കി അതിൻ്റെ അർത്ഥം ഗ്രഹിച്ച് ചെല്ലുവാണെങ്കിൽ ഒരു വല്ലാത്തൊരു എഫക്റ്റ് തന്നെ. അത് ചെല്ലിയാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഒരു ചേലായി വർണ്ണങ്ങളിലാകെ പൊൻചേല നെയ്യുന്നു സൂര്യൻ, അമ്മയ്ക്കൊരു അഴകായി പൊൻകിരീടമൊന്ന് തുന്നുന്നു 12 താരകങ്ങളും പൊൻപാദം പുൽകുന്നീ. 9 വൃന്ദം മാലാഖമാരുണ്ടല്ലോ. നമ്മുടെ ജപമാലയുടെ ഒരു രഹസ്യത്തിൽ 10 നന്മ നിറഞ്ഞ മറിയമാണുള്ളത്. അപ്പം ഒന്നാമത്തെ നന്മ നിറഞ്ഞ മറിയം ചൊല്ലുമ്പോൾ നമ്മൾ 1-ാം വൃന്ദം മാലാഖമാരോട് ചേർന്ന് നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. അങ്ങനെ 2-ാമത്തെ നന്മ നിറഞ്ഞു ചെല്ലുമ്പോൾ 2-ാം വൃന്ദം മാലാഖമാരോട് ചേർന്ന്
അങ്ങനെ നമ്മൾ ചൊല്ലി പോകണം. അങ്ങനെ 9-ാം വൃന്ദം മാലാഖമാരോട് ചേർന്ന് എന്ന് പറഞ്ഞ് 9ാമത്തെ നന്മ നിറഞ്ഞ മറിയം ചൊല്ലുന്നു. 10ാമത്തെ നന്മ നിറഞ്ഞ മറിയം വരുമ്പോൾ 9 വൃന്ദം മാലാഖമാരോടും സകല വിശുദ്ധരോടും ചേർന്ന് നന്മ നിറഞ്ഞ മറിയമേ, അങ്ങനെ നമ്മൾ 10 നന്മ നിറഞ്ഞ മറിയം ചൊല്ലി പൂർത്തിയാക്കുന്നു. ജപമാല കയ്യിലെടുക്കും ഞാൻ, അമ്മ തൻ കയ്യിൽ പിടിക്കും. ക്രിസ്തു രഹസ്യങ്ങളൊക്കെ ധ്യാനിച്ച് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നന്നായി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും ജപമാല ചൊല്ലി തുടങ്ങുമ്പോഴേക്കും നമ്മുടെ ചിന്തകളൊക്കെ അലഞ്ഞു തിരിയാൻ തുടങ്ങും. നമ്മളെ ഭാരപ്പെടുത്തുന്ന കാര്യങ്ങൾ, നമ്മുടെ വേദനകൾ, സങ്കടങ്ങൾ, നമ്മളെ അലട്ടുന്ന ദുഃഖങ്ങൾ, സഹനങ്ങൾ, നാളെപ്പറ്റിയുള്ള ആകുലതകൾ ഒക്കെ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കുഞ്ഞു കാര്യം മെജുഗോറിയയിലെ മാതാവിൻ്റെ ദർശനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന മിരിയാനോ സോൾഡോ പറഞ്ഞു തരുന്നുണ്ട്. അതെങ്ങനെയാണ് ചിന്തകൾ അലഞ്ഞു തിരിയുന്ന അവസരങ്ങളിൽ ജപമാല മാറ്റിവെച്ച് പരിശുദ്ധ അമ്മയുടെ അടുത്ത് പോയിരുന്ന് ഒരു കൊച്ചുകുട്ടി തൻ്റെ അമ്മയോട് സംസാരിക്കുന്ന പോലെ പരിശുദ്ധ അമ്മയോട് സംസാരിക്കുക. എന്തുകൊണ്ടാണ് നമുക്ക് ശാന്തമായിരിക്കാൻ സാധിക്കാത്തത്? എന്താണ് നമ്മളെ ഭാരപ്പെടുത്തുന്നത്? നമ്മുടെ ഹൃദയത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് നൽകുക. അപ്പോൾ പരിശുദ്ധ അമ്മ അമ്മയുടെ ഹൃദയത്തിലുള്ളത് നമുക്കും നൽകും. അത് മറ്റൊന്നുമല്ല, ഈശോ നൽകുന്ന സമാധാനമാണ്. നമ്മൾ ആഗ്രഹിച്ചതും ഇത് തന്നെയല്ലേ? ബിഷപ്പ് ഹ്യൂഗ് ഒരിക്കൽ പറഞ്ഞൊരു കോട്ടാണ്, "No one will continually live in sin and continue to say the rosary. They will either give up sin or give up the rosary." ജപമാല ചൊല്ലുന്ന ജീവിതങ്ങളിൽ നമ്മൾ പല കൺവേർഷൻസ് കാണാറുണ്ട്, അല്ലെങ്കിൽ അഡിക്ഷൻസിൽ നിന്ന് മോചനം കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ജപമാല ഒരു പവർഫുൾ വെപ്പൺ എഗൻസ്റ്റ് ദ ഈവിൽ വൺ ആണെന്ന് നമ്മളെപ്പോഴും പറയുന്നത്? ഫസ്റ്റ്ലി, ഉൽപ്പത്തിയിൽ കാണുന്ന വചനം, അവൻ നിന്റെ തല തകർക്കും എന്ന വചനം നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ പ്രാക്ടിക്കൽ, ഈ ജീവനുള്ള വചനം പ്രാക്ടിക്കലായി മാറുകയാണ്. സെക്കൻഡ്ലി, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഇതൊക്കെയാണ് നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ പറയാറല്ലേ. ഇതൊക്കെ വചനങ്ങളാണ്. ഈശോ മരുഭൂമി വെച്ച് സാത്താനെ തോൽപ്പിച്ചത് വചനങ്ങൾ ഏറ്റു പറഞ്ഞാണ്. നമ്മൾ ജപമാല ചെല്ലുമ്പോൾ വചനങ്ങൾ ഏറ്റു പറയാണ്. ഈ വചനങ്ങളുടെ ശക്തി അറിയാതെ സാത്താൻ കംപ്ലീറ്റ്ലി പവർലെസ് ആയി മാറുവാണ്, അല്ലെങ്കിൽ ഹെൽപ്ലെസ് ആയി മാറുവാണ്. മാരേജിന് പോയപ്പോഴത്തേക്കിനും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്. അവനാണെങ്കിൽ ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസം ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. അവൻ എന്നെ നോട്ടീസ് ചെയ്യാനുള്ള റീസൺ അവൻ പറഞ്ഞത് ഇതായിരുന്നു, എല്ലാവരും കല്യാണത്തിന് അണിഞ്ഞൊരുങ്ങി വന്ന് മൊബൈലും പിടിച്ച് സെൽഫിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ എന്നെ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ ഈ കൊന്തയും മുറുക്കെ പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അല്ലാതെ വേറൊന്നും എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് ഈ കൊന്ത മാത്രമാണ്. അത് അവനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് അവൻ പറഞ്ഞു. ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസിനെ പറ്റിയിട്ട് അവനൊന്ന് റീതിങ്ക് ചെയ്യാനുള്ള ഒരു അവസരമായി അത് എന്ന് അവൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഞാൻ ജോലി റിസൈൻ ചെയ്ത സമയത്ത് എൻ്റെ ഫെയർവെല്ലിന് എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ കയ്യിൽ പിടിക്കാറുള്ള കൊന്ത അവരെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള കാര്യം. സ്വന്തം കല്യാണത്തിൻ്റെ സമയത്ത് പോലും ഞാൻ കയ്യിൽ നിന്ന് മാറ്റിയിട്ടില്ല എന്നുള്ളത് അവർ ശ്രദ്ധിച്ചിരുന്നു. അത് പിടിക്കുമ്പം എനിക്ക് കിട്ടുന്ന ധൈര്യം അത് അവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അത് എത്രത്തോളമാണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്തതെന്നും അത് അവർ എന്നോട് പറഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമൊക്കെ തോന്നിയിരുന്നു. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയാ. ഞാൻ ഈ സെമിനാരി പോയ സമയത്ത് ഒരു ബ്രദറാണെങ്കിൽ രാത്രി വന്ന് എല്ലാ ദിവസവും ഇരുന്ന് കൊന്ത ചൊല്ലുന്നത് ഞാൻ കാണുമായിരുന്നു. അപ്പോൾ ആ ബ്രദർ മിക്ക ദിവസം വന്നിരുന്ന് കൊന്ത ചൊല്ലുന്നത് കണ്ടിട്ട് എനിക്ക് മനസ്സിലൊരാഗ്രഹം തോന്നി, എനിക്കും കൊന്ത ചൊല്ലണമെന്ന്. അങ്ങനെയാണ് ഞാൻ പതിയെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ ഞാനും പതിയെ ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയോട് അടുക്കാൻ തുടങ്ങി. ശരിക്കും എൻ്റെ അമ്മയോട് എനിക്ക് സംസാരിക്കുമ്പോൾ കിട്ടുന്ന അതേ ഒരു അനുഭവമായിരുന്നു പരിശുദ്ധ അമ്മയോട് സംസാരിക്കുമ്പോഴും. ചിലപ്പോൾ അമ്മയോട് സംസാരിക്കുമ്പോൾ കൂടുതലായിട്ട്, അതിനേക്കാളും കൂടുതലായിട്ടുള്ളൊരു സന്തോഷവും ആനന്ദവും കൊണ്ട് എൻ്റെ മനസ്സ് ശരിക്കും നിറഞ്ഞിരുന്നു. എനിക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിലോ ഒക്കെ ഞാൻ അമ്മയോട് പറയുമായിരുന്നു. അമ്മ എന്നെ എല്ലാ സങ്കടങ്ങളിലും എന്നെ സഹായിക്കുമായിരുന്നു. പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്ന ഒരുപാട് കൃപകൾ അമ്മ എനിക്ക് നൽകുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.